ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടോക്കൺസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് കോൺസ്റ്റൻസ് എന്ന് പറയുന്ന സെക്ഷനും പിന്നെ പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്ന സെക്ഷനും. അത് കഴിഞ്ഞിട്ട് മൂന്നാമതൊരു സെക്ഷനും കൂടെ ഉണ്ടായിരുന്നു, അതായിരുന്നു ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന പോർഷൻ. അത് ടോക്കൺസിൻ്റെ അകത്ത് വരുന്നതാണ്. ആ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കുറച്ച് വലിയ ടോപ്പിക്കാണ്. 10 മാർക്കിനുള്ള എസ് എ ആയിട്ട് ആ ഓപ്പറേറ്റേഴ്സ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞു. അത് പഠിക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പറേറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. മേ ബി ഒരു 2-3 വീഡിയോസ് കഴിഞ്ഞിട്ട് ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാം. അതിനു മുന്നേ നമ്മൾ നോക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിലും അടുത്ത വീഡിയോയിലുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് വേരിയബിൾസിനെ പറ്റി പഠിക്കാം. എന്താണ് വേരിയബിൾസ് എന്നത്? നമ്മൾ പ്രോഗ്രാം എഴുതിയപ്പോൾ പല വേരിയബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതായത് വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ആ വേരിയബിൾസിൻ്റെ പേരായിട്ട് നമ്മൾ എ എന്നും ബി എന്നും സി എന്നും പിന്നെ സം എന്നും ആവറേജ് എന്നൊക്കെ പേരുള്ള വേരിയബിൾസാണ് ക്രിയേറ്റ് ചെയ്തത്. ഈ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റയെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് നമ്മളവിടെ ഡിക്ലെയർ ചെയ്തത്. എ എന്നും ബി എന്നും സം എന്നും ഒക്കെ ഉള്ളത് ആ കണ്ടെയ്നർ അല്ലെങ്കിൽ ആ സ്പേസിൻ്റെ പേരാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ അതിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിൾസ് എന്ന് പറയാൻ കാര്യം ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഡാറ്റയെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. വേണമെങ്കിൽ യൂസറിനും ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും അത് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ആ വേരിയബിൾസിൻ്റെ ഡിക്ലറേഷനും ഇനിഷ്യലൈസേഷനും ആ വേരിയബിൾസിലോട്ട് എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യാം എന്നൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുക എന്നാണ് പറയുന്നത്, അല്ലാതെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് സാധാരണ പറയാറില്ല. നമ്മൾ ചെയ്യുന്നത് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ അതിനെ പറയുന്നത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക എന്നാണ്, അല്ലെങ്കിൽ വേരിയബിൾ ഡിഫൈൻ ചെയ്യുക എന്നാണ്. മിക്കവാറും ടെക്സ്റ്റ് ബുക്കിൽ ഈ ഡിക്ലറേഷൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് മീനിങ്. അപ്പോൾ ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഞാനിവിടെ ഈ കൊടുത്തിട്ടുള്ളത്. ഒരു വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ബേസിക്കലി 2 കാര്യങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്തത് ആ വേരിയബിളിൻ്റെ പേരെന്താണെന്ന്, എന്താണ് ആ വേരിയബിളിൻ്റെ നെയിം എന്താണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ നെയിമൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് കുറച്ച് റൂൾസ് ഉണ്ട്. നമ്മളത് പഠിച്ചായിരുന്നു. ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു വേരിയബിളിൻ്റെയോ ഫംഗ്ഷൻ്റെയോ അറേസിൻ്റെയോ നെയിം സെറ്റ് ചെയ്യാനായിട്ടുള്ള റൂൾസ് നമ്മളൊരു 5-6 റൂൾസ് നമ്മൾ കണ്ടായിരുന്നു. ആ റൂൾസ് ബേസ് ചെയ്താണ് ഈ പേരെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേരിയബിളിൻ്റെ പേര് നമുക്ക് വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഇപ്പോൾ 3 വേരിയബിൾസ് ഉണ്ട്. ഓരോ വേരിയബിൾസിൻ്റെ പേരെന്ന് പറയുന്നത് എ എന്നും ബി എന്നും സി എന്നുമാണ്. ഇവിടെ 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ആവറേജ് എന്ന പേരിലും സം എന്ന് പറയുന്ന പേരിലും. അപ്പോൾ ഈ വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് വേരിയബിളിൻ്റെ പേര് മനസ്സിലാക്കാം, അതുപോലെ തന്നെ എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ആ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ എന്നാണ് മീനിങ്. ഇവിടെ ഇൻറ്റ് എ കോമ ബി കോമ സി എന്ന് പറഞ്ഞാൽ 3 വേരിയബിൾസ് ഉണ്ട്. അതിൻ്റെ പേര് എ എന്നും ബി എന്നും സി എന്നുമാണ്. അതിൽ സ്റ്റോർ ചെയ്യേണ്ട ഡാറ്റയുടെ ടൈപ്പ്, എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അതാണ് ഇവിടെ ഇൻറ്റ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ട വേരിയബിൾസിനെയാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു ഇൻറ്റീജർ വേരിയബിൾസ് ആണ്. ഇവിടെ എന്ന് പറയുന്ന ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള വേരിയബിൾസ് ആണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ്, അതായത് ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന വേരിയബിൾസ്. അതുപോലെ തന്നെ ഇത് ഡബിൾ എന്ന ഡാറ്റ ടൈപ്പ്, അതായത് ഈ ഡബിളും ഫ്ലോട്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമല്ലോ. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ അപ് ടു 7 ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. മോർ ദാൻ 7 ഡെസിമൽ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഡബിൾ എന്ന ഡാറ്റ ടൈപ്പിലാണ് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. അപ് ടു 15 ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള നമ്പേഴ്സിനെ നമുക്ക് ഡബിൾ എന്ന ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഈ ഗ്രേഡ് എന്ന് പറയുന്നത് മേ ബി എ എന്നോ ബി എന്നോ സി എന്നോ ഒക്കെ ആയിരിക്കും ഗ്രേഡ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ എ എന്നും ബി എന്നും സി എന്നും ഉള്ള ഡാറ്റയാണ് ഈ ഗ്രേഡ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ചാർ, അതായത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലാണ് ഈ ഗ്രേഡ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്നത്. ഇവിടെ നോക്കാം, സ്ട്രിങ് കോഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, എല്ലാത്തിൻ്റെ അവസാനം സെമി കോളൻ ഉണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനം സെമി കോളൻ ഉണ്ട്. അപ്പോൾ ഈ കോഴ്സ് എന്നുള്ളത് വേരിയബിളിൻ്റെ പേരാണ്. അതിൽ സ്ട്രിങ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നാണ് ഈ ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യുന്നത് വഴി നമ്മൾ പറയുന്നത്. എന്തെങ്കിലും സ്ട്രിങ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ സ്ട്രിങ് ഡാറ്റ ടൈപ്പിലാണ് ഈ കോഴ്സ് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്.
അപ്പം വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കാം. ഒന്ന്, വേരിയബിളിൻ്റെ പേരെന്താണെന്നും രണ്ടാമത്തത് എന്ത് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് ആണ് അതുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് തന്നെ ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ 2 വേരിയബിൾസ് ഒരുമിച്ച് ഡിക്ലെയർ ചെയ്തു, ഇവിടെ 3 വേരിയബിൾസ് ഒരുമിച്ച് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല. എന്നാൽ പല ടൈപ്പ് ഡാറ്റയുള്ള വേരിയബിൾസ് ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യാൻ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം ഇൻറ്റ് ABC കഴിഞ്ഞിട്ട് കോമ കൊടുത്തിട്ട് ഫ്ലോട്ട് ആവറേജ് സം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൊടുക്കാനൊക്കത്തില്ല, അത് വർക്കാവത്തില്ല. ഓരോ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസും സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ എഴുതുക. ഇവിടെ ഇപ്പം കാണിച്ചിരിക്കുന്ന പോലെ ഓരോ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ഇതാണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ഈ വേരിയബിൾസിലോട്ട് എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യാം എന്ന കാര്യമാണ്. അതിനെയാണ് അസൈനിങ് വാല്യൂസ് ടു വേരിയബിൾസ് എന്ന് പറയുന്നത്. സാധാരണ 2 രീതിയിൽ കൂടെ നമുക്ക് ഈ വേരിയബിൾസിലോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാം. ഒന്നാമത്തത്, നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതായത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ യൂസർ കീബോർഡ് വഴി നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിന് ഈ വേരിയബിൾസിലോട്ട് സ്റ്റോർ ചെയ്യാം. അതിന് വേണ്ടിയുള്ള മെത്തേഡാണ് CIN എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. CIN എന്ന് എഴുതി ഇൻപുട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് നമ്മൾ വേരിയബിൾസിൻ്റെ പേര് മെൻഷൻ ചെയ്യും. അങ്ങനെ നമുക്ക് വേരിയബിൾസിലോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാം. അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. അല്ലാതെ ഉള്ളതാണ് പ്രോഗ്രാമിൻ്റെ അകത്ത് തന്നെ വേരിയബിൾസിൻ്റെ ഡാറ്റ നമുക്ക് അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. പ്രോഗ്രാമറിന് തന്നെ അതിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പ്രോഗ്രാമർ തന്നെ ആയിരിക്കും വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഒരു രീതിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ. ഇവിടെ ഇപ്പം A എന്ന് പറയുന്ന വേരിയബിളിലോട്ട് 5 എന്ന് പറയുന്ന ആ ഇൻറ്റീജറിനെ സ്റ്റോർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. സിമ്പിളായിട്ട് A = 5 എന്ന് കൊടുത്താൽ മതി. സെമിക്കോളനും കൂടി ഇട്ടോണം. എല്ലാ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനം സെമിക്കോളനും ഉണ്ട്. A = 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5 എന്ന് പറയുന്ന ഡാറ്റയെ, ആ ഒരു ഇൻറ്റീജർ നമ്പറിനെ A എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ഇവിടെ A എന്ന് പറയുന്ന വേരിയബിൾ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 5 എന്ന ഇൻറ്റീജറിനെ നമുക്ക് A എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. അതിനുവേണ്ടി ഇങ്ങനെ സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മതി. A = 5 എന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഈ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂവിനെ നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇക്വേഷനെ നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ഈ ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് എന്താണോ അതിനെയായിരിക്കും ഈ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ സം = A + B + C എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ = സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിലുള്ള പോർഷൻ ആയിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. എപ്പോഴും ഈ = സിമ്പിൾ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ ഈ = സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന പോർഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ A + C B + C എന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് എന്താണോ ആ വാല്യൂവിനെ ആയിരിക്കും സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ സം എന്ന് പറയുന്ന വേരിയബിൾ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളാണ്. അപ്പം ഫ്ലോട്ട് വാല്യൂ ആയിട്ടായിരിക്കും സമ്മിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രേഡ് = A എന്ന് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഈ ഗ്രേഡ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സിംഗിൾ ക്യാരക്ടറിനെ ഗ്രേഡ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. ആ സ്റ്റോർ ചെയ്യുന്ന ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഗ്രേഡ് = A എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സിംഗിൾ കോട്ട്സിൻ്റെ അകത്താണ് നമ്മൾ ഈ ക്യാരക്ടർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ സിംഗിൾ കോട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമ്പറിന് അല്ലെങ്കിൽ ഇക്വേഷന് ഡയറക്റ്റായിട്ട് കൊടുക്കാം. പക്ഷേ ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത് എങ്കിൽ അതെപ്പോഴും ഒരു സിംഗിൾ കോട്ട്സിൻ്റെ അകത്ത് വേണം അത് മെൻഷൻ ചെയ്യാം. ഒരു ക്യാരക്ടറേ ഉള്ളൂ എങ്കിൽ സിംഗിൾ കോട്ട്സിൻ്റെ അകത്ത് വേണം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഗ്രേഡ് = സിംഗിൾ കോട്ട്സിനകത്ത് A കൊടുക്കുക എന്ന് വെച്ചാൽ A എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഗ്രേഡ് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കോഴ്സ് = എഞ്ചിനീയറിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്, അതൊരു വേർഡാണ്, അതായത് ഒരു സ്ട്രിങ് ആണ്. ആ സ്ട്രിങ്ങിനെ കോഴ്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്ന മെത്തേഡാണിത്. ഈ കോഴ്സ് എന്ന് പറയുന്ന വേരിയബിൾ സ്ട്രിങ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഈ കോഴ്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഈ സ്ട്രിങ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ ഡബിൾ കോട്ട്സിൻ്റെ അകത്താണ്. ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ്, അതായത് സ്ട്രിങ്ങിനെയാണ് ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് വേണം നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. എന്നാലേ അത് റെക്കഗ്നൈസ് ചെയ്യും, അല്ലെങ്കിൽ സിൻടാക്സ് എറർ കാണിക്കും. അപ്പം ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് വേണം സ്ട്രിങ്ങിനെ മെൻഷൻ ചെയ്യാൻ. അത് നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇതിനെയാണ് അസൈനിങ് വാല്യൂസ് ടു വേരിയബിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ വേരിയബിൾസിലോട്ട് എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഡാറ്റ ഈസി ആയിട്ട് വേരിയബിൾസിലോട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അല്ല എങ്കിൽ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ യൂസർ കീബോർഡ് വഴി ഡാറ്റയെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ആ ഡാറ്റയെ സ്റ്റോർ ചെയ്യാനായിട്ട് CIN എന്ന സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉപയോഗിച്ചായിരിക്കും ഡാറ്റ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. വേറെ രീതി. ഇനിയുള്ളതാണ് ഈ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്.
ഈ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിൻ്റെ ആദ്യത്തെ ഒരു വാല്യൂ, ഒരു ഇനിഷ്യൽ വാല്യൂ ആയിട്ട് നമ്മളൊരു ഡാറ്റ കൊടുക്കുന്നു. അതിനെയാണ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഇനിഷ്യലൈറ്റ് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ പിന്നെ ചേഞ്ച് ചെയ്യാം, നമ്മൾ യൂസറിന് തന്നെ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ചേഞ്ച് ആയിക്കണം. കാരണം അതുകൊണ്ടാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ആ വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാം. എന്നാലും ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു വാല്യൂവിനെ ഒരു ഇനിഷ്യൽ വാല്യൂ ആയിട്ട് നമ്മൾ അതിനെ കൊടുക്കുകയാണെങ്കിൽ അതിനെ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്നാണ് പറയുന്നത്. ഈ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ആദ്യമായിട്ട് കൊടുക്കുന്ന വാല്യൂവിനെ മാത്രമേ ഇനിഷ്യലൈസേഷൻ എന്ന് പറയാറുള്ളൂ. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് A, B എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 2 വേരിയബിൾസ്, ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള 2 വേരിയബിൾസ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അടുത്ത ലൈനിൽ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് A=5 എന്നും B=8 എന്നും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ 3 സ്റ്റേറ്റ്മെൻറ്റിനെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കാം. ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റ് A=5, B=8 എന്ന് കൊടുക്കാം. ഇവിടെ സംഭവം ഇതാണ് ആക്ച്വലി വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അതായത് വേരിയബിൾ ഡിക്ലെയറിങ് ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്യേണ്ട ഒരു ഇനിഷ്യൽ വാല്യൂവും കൂടെ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിനാണ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് 3 കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഒന്ന്, വേരിയബിളിൻ്റെ പേരെന്താണെന്ന്, A എന്നും B എന്നും, വേരിയബിളിൻ്റെ പേരെന്താണെന്നും കിട്ടും, എന്ത് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ആണെന്നും കിട്ടും. അതുപോലെ തന്നെ വേരിയബിളിൻ്റെ ഇനിഷ്യൽ വാല്യൂ എത്രയാണെന്നും കൂടെ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടും. Aയുടെ വാല്യൂ 5 എന്നും Bയുടെ വാല്യൂ 8 എന്നും. അപ്പോൾ ഈ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ, വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇനിഷ്യൽ വാല്യൂവും കൂടെ നമ്മൾ അതിലോട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇനിഷ്യൽ വാല്യൂ സ്റ്റോർ ചെയ്യുന്നില്ല എങ്കിൽ എന്തെങ്കിലും ഒരു റാൻഡം വാല്യൂ ആയിരിക്കാം അതിൽ സ്റ്റോറായി കിടക്കുന്നത്. നേരത്തെ A എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ആ വേരിയബിൾ ആയിരിക്കും ആ മെമ്മറിയിലായിട്ട് കിടക്കുന്നത്. അപ്പോൾ ആ വാല്യൂ ഒക്കെ ആയിരിക്കും പിന്നെ എക്സിക്യൂട്ട് ചെയ്യപ്പോൾ എടുക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അധികം ശ്രദ്ധിക്കേണ്ട. സംഭവം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും റാൻഡം വാല്യൂ ആയിരിക്കാം ഇനിഷ്യലൈസ് ചെയ്യുന്നില്ല എങ്കിൽ ആ വേരിയബിളിൽ സ്റ്റോറായി കിടക്കുന്നത്. അതല്ലാതെ അത് മാറ്റി, ആ റാൻഡം വേരിയബിൾ മാറ്റി നമ്മളൊരു വാല്യൂ ഇനിഷ്യലായിട്ട് ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുവെങ്കിൽ അതിനെ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയും. അപ്പോൾ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഈ 3 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ സംഭവത്തെ നമുക്ക് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ അതിനെയാണ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഫ്ലോട്ട് ആവറേജ് എന്ന് പേരുള്ള ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ആവറേജ് =1.5 എന്ന് ഒരു ഇനിഷ്യൽ വാല്യൂ കൊടുത്തു. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് കമ്പൈൻ ചെയ്താൽ ഇങ്ങനെ എഴുതാം, ഫ്ലോട്ട് ആവറേജ് =1.5 എന്നിട്ട് സെമിക്കോളൻ ഇടുക. അതറിയാലോ. അതായത് ഒറ്റ ലൈനിൽ തന്നെ ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ വാല്യൂവും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു വാല്യൂവും ഇവിടെ സ്റ്റോർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വാല്യൂവിനെ പിന്നെ ചേഞ്ച് ചെയ്യാം, നമുക്ക് യൂസറിനും ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്ന രീതിയിലും കൊടുക്കാം. അതൊന്നും കുഴപ്പമില്ല. എന്തെങ്കിലും ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്ത് ആ കിട്ടുന്ന വാല്യൂവിനെ ആവറേജ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. അതിനൊന്നും പ്രോബ്ലം ഇല്ല. എന്നാലും എന്തെങ്കിലും ഒരു ഇനിഷ്യൽ വാല്യൂ കൊടുക്കുന്നുവെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ചാർ ഗ്രേഡ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഗ്രേഡ് =A എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കാം, ചാർ ഗ്രേഡ് =A. ഇവിടെ സിംഗിൾ കോഴ്സിൻ്റെ അകത്തായിരിക്കും A മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സ്ട്രിങ് കോഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ കോഴ്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എല്ലാ വേരിയബിൾസിൻ്റെ വാല്യൂ നമുക്കതിൽ ഇനിഷ്യലൈസ് ചെയ്യണമെന്നില്ല. ഇവിടെ ഇപ്പം ഇൻറ്റ് A, B=8 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ B എന്ന് പറയുന്ന വേരിയബിളിന് മാത്രമേ നമ്മൾ ഒരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നുള്ളൂ, Aക്ക് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നില്ല. അത് മേ ബി യൂസറിൻ്റെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യാൻ വേണ്ടി വച്ചിരിക്കുന്ന ഒരു വേരിയബിൾ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം എല്ലാ വേരിയബിളിനും ഇനിഷ്യലൈസ് ചെയ്യണം എന്നൊന്നുമില്ല. വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ എല്ലാ വേരിയബിൾസും ഡിക്ലെയർ ചെയ്യണം, എല്ലാ വേരിയബിൾസിൻ്റെ ഇനിഷ്യൽ വാല്യൂ കൊടുക്കണം എന്നൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളതിന് മാത്രം ഇനിഷ്യലൈസ് ചെയ്താൽ മതി, ബാക്കിയുള്ളത് അങ്ങ് ഫ്രീ ആയിട്ടിടാം. ഇതിന് നമുക്ക് കീബോർഡ് വഴി യൂസറിൻ്റെ നിന്ന് കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിന് ഈ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്ന രീതിയോ ഒക്കെ ആക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഡിക്ലെയർ ചെയ്യുന്ന എല്ലാ വേരിയബിൾസിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യണമെന്നില്ല, ആവശ്യമുള്ളതിൻ്റെ മാത്രം വാല്യൂസ് ഡിക്ലെയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് വേരിയബിൾസിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് വേരിയബിൾസിനെ പറ്റി, പക്ഷേ അതെല്ലാം നമ്മൾ ഇനി പഠിക്കുമ്പോൾ ഓരോരോ പ്രോഗ്രാംസ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ കൂടെയായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മളിപ്പോൾ പറഞ്ഞതാണ് ബേസിക്കായിട്ട് വേരിയബിൾസിനെ പറ്റി പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്നും എന്താണ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്നും അതിൻ്റെ സിൻറ്റാക്സും ഒക്കെ ശ്രദ്ധിച്ച് നോക്കുക. ഈ കൊടുത്തിട്ടാണ് സിൻറ്റാക്സ് എന്ന് പറയുന്നത്, അതായത് ഫോർമാറ്റ് എങ്ങനെയാണ് അത് ഡിക്ലെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഇനിഷ്യലൈസ് ചെയ്യുന്നത് എന്ന ഫോർമാറ്റ്, അതിനാണ് സിൻറ്റാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സിൻറ്റാക്സിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്.
അടുത്ത വീഡിയോയിൽ നമുക്ക് കോൺസ്റ്റൻസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.